ഹായ്, അപ്പോൾ ദേ തിരിച്ച് വീണ്ടും കോളേജിലേക്ക് 6 ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദേ കോളേജിൽ പോവുകയാണ്. എന്ത് ചെയ്യാനാ, നല്ല മടിയുണ്ട്. ഈ കോളേജിൽ പോയാലേ പറ്റൂ, എന്നാലല്ലേ നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. വല്ലതും പഠിച്ചാലല്ലേ നേഴ്സ് ആവാൻ പറ്റുള്ളൂ. വർഷം പോയൊരു പോക്കേ, ഫസ്റ്റ് ഇയറിൽ വന്നത് ഓർമ്മയുണ്ട്. ദേ ഇപ്പോൾ തേർഡ് ഇയറും ആയി. ഇനി നെഗ്ലക്റ്റ് ചെയ്തിരുന്നാൽ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത കൊല്ലം തൊട്ട് നമുക്ക് ജോലിക്ക് കയറണ്ടേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കണോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കോളേജിലേക്ക് പോണത് തന്നെ. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലീവിന് പോയ സമയത്ത് കുറേ നമുക്ക് എഴുതാൻ തന്നിട്ടുണ്ടായി. അതെല്ലാം കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയിൽ ഇത്ര ധൈര്യമായിട്ട് തിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ ലീവിന് പോണതിന് മുന്നേ തന്നെ കുറേ കറക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു കെയർ പ്ലാനിലും. നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ അറിയണ കാര്യം തന്നെ കെയർ പ്ലാൻ. കമ്പയറിംഗ് ടു ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിൽ എനിക്ക് കറക്ഷൻസ് തീരെ കുറവായിരുന്നു. ഞാൻ നന്നായി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ നന്നായി കെയർ പ്ലാൻ എഴുതാൻ പഠിച്ചു ഞാൻ, അല്ലേ? എനിക്ക് എപ്പോഴും തെറ്റുപറ്റണ കാര്യം എന്താണെന്നറിയോ? കെയർ പ്ലാൻ ആയിക്കോട്ടെ, കേസ് സ്റ്റഡി ആയിക്കോട്ടെ, അസൈൻമെന്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആദ്യം തന്നെ ആ ഫ്രണ്ട് പേജ് അങ്ങോട്ട് തെറ്റിച്ചെഴുതും. സ്റ്റെൻസിൽ ഉപയോഗിച്ച് എഴുതുന്നതുകൊണ്ട് തന്നെ 1-2 അക്ഷരം അങ്ങോട്ട് വിഴുങ്ങും ഞാൻ. അപ്പോൾ ശരി, കോളേജിൽ പോട്ടെ ഞാൻ. ടാറ്റാ.